ദേവീ ശരണം അമ്മേ, ദേവീ ശങ്കരീ നിന്റെ പാദകമലം സേവിച്ചു നിത്യം മുതാ. മുജ്ജന്മത്തിലെ പാപഭാരമഖിലം തീർക്കേണമിജ്ജന്മവും. തീരാറായി വരുന്നുഹായതിനുമെൻ അതിനു മുന്നിന്നെ പ്രകീർത്തിക്കുവാനെൻ കായസ്ഥിതി കാത്തുകൊള്ളുക. മഹിതേയൻ ആറ്റുകാലീശ്വരീ ആറ്റുകാലമ്മേ ശരണം. ദേവി ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക്, പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധം 38-ാമത്തെ അധ്യായം. ദേവി തൻ്റെ വിശിഷ്ടമായിട്ടുള്ള ക്ഷേത്രങ്ങളെ, ഭൂമിയിലുള്ള ക്ഷേത്രങ്ങളെ ഹിമവാന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ അവലോകനം ചെയ്തു കൊണ്ടുവരുന്നത്. ദേവി സർവദാ സദാ ശോഭിക്കുന്നതായിട്ടുള്ള ഭുവനേശ്വരിയുടെ മണിദ്വീപം വരെയുള്ള ആവാസ സ്ഥാനങ്ങളെയാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. പിന്നീട് തുടർന്നു കൊണ്ട് പറയണു, ശ്രീമത് ത്രിപുരഭൈരവ്യാം കാമാഖ്യായോനിമണ്ഡലം ഭൂമണ്ഡലേ ക്ഷേത്രരത്നം മഹാമായാധിവാസിതം. ശ്രീമദ് ത്രിപുര ഭൈരവിയുടെ കാമാഖ്യ യോനിമണ്ഡലം, കാമാഖ്യ എന്ന് പറയുന്നതായിട്ടുള്ള മഹാമായയുടെ ആവാസസ്ഥാനവും ഭൂമിയിലെ അത്യുത്തമമായിട്ടുള്ള ക്ഷേത്രമാണിത് എന്നാണ് പറയണത്. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു സ്ഥാനം ഭൂമിയിലില്ല. ഈ കാമാഖ്യ ദേവിയുടെ അമ്പലം നിങ്ങളെല്ലാം കേട്ടിരിക്കും. ധാരാളം ഭക്തജനങ്ങൾ എപ്പോഴും ദേവിയെ ദർശിക്കുന്നതായിട്ടുള്ള ആ അമ്പലം. അവിടെ ദേവി എല്ലാ മാസം തോറും രജസ്വലയാവണു എന്നാണ് പറയണത്. അവിടെ വസിക്കുന്ന ദേവന്മാരെല്ലാം പർവ്വതാകാരം പൂണ്ട് മഹാത്മ്യമുള്ളവരാണെങ്കിലും ആ പർവ്വതത്തിൽ തന്നെ അദൃശ്യരായിട്ട് ദേവിയെ പൂജിച്ചുകൊണ്ട് വസിക്കണോ. ഇവിടെയുള്ള ഭൂമി മുഴുവൻ ദേവീരൂപമാണ് എന്നാണ് ജ്ഞാനികളെ പറയണത്. കാമാഖ്യ യോനിമണ്ഡലത്തെക്കാൾ ശ്രേഷ്ഠമായിട്ട് മറ്റൊരു സ്ഥാനമില്ല എന്നും പറയുന്നുണ്ട്. പിന്നീട് ഇതാ ഗായത്രി ദേവിയുടെ ശ്രേഷ്ഠമായ സ്ഥാനമാണ് പുഷ്കരം എന്ന് പറയപ്പെടുന്നത്. അമരേശത്തിൽ ചണ്ഡികയും പ്രഭാസത്തിൽ പുഷ്കരേക്ഷിണിയുമായിട്ട് ദേവി വസിക്കുന്നുണ്ട്. നൈമിഷ മഹാസ്ഥാനത്ത് ലിംഗധാരിണി ദേവിയായിട്ടും പുഷ്കരാക്ഷത്തില് പുരൂഹുതയും ആഷാഢിയിൽ രതീദേവിയായിട്ടും ചണ്ഡമുണ്ഡി മഹാസ്ഥാനത്തില് പരമേശ്വരിയായ ദണ്ഡിനിയായിട്ടും ഭാരഭൂതത്തില് ഭൂദേവിയായിട്ടും നാകുലത്തില് നകുലേശ്വരിയായിട്ടും ഹരിശ്ചന്ദ്രത്തിൽ ചന്ദ്രികയും ശ്രീഗിരിയിൽ ശാങ്കരിയും ജപ്യേശ്വരത്തിൽ ത്രിശൂലയും ആമ്രാതകേശ്വരത്തിൽ സൂക്ഷ്മയും മഹാകാളത്തിൽ ശങ്കരിയും മധ്യമേശ്വരത്ത് ശർവണിയും കേദാരത്തിൽ മഹാക്ഷേത്രത്തില് മാർഗദായിനിയായിട്ടും ഭൈരവാഖ്യത്തില് ഭൈരവിയായിട്ടും ഗയയിൽ മംഗലയായിട്ടും കുരുക്ഷേത്രത്തിൽ സ്ഥാണുപ്രിയയായിട്ടും നാകുലത്തിൽ സ്വായംഭുവിയായിട്ടും ഖനഖലത്തില് ഉഗ്രയായിട്ടും വിമലേശ്വരത്തിൽ വിശ്വേശ്വരിയായിട്ടും അട്ടഹാസത്തിൽ മഹാനന്ദയും മഹേന്ദ്രത്തിൽ മഹാന്തകയും ഭീമത്തിൽ ഭീമേശ്വരിയും വസ്ത്രാപസ്ഥാനത്ത് ഭവാനീശങ്കരിയും അർദ്ധകോടിയിൽ രുദ്രാണിയും അവിമുക്തത്തിൽ വിശാലാക്ഷിയായിട്ടും മഹാലയത്തിൽ മഹാഭാഗയും ഗോകർണത്തിൽ ഭദ്രകർണിയും ഭദ്രകർണികയില് ഭദ്രയായിട്ടും സുവർണാക്ഷത്തില് ഉൽപാക്ഷിയായിട്ടും സ്ഥാണുവില് സ്ഥാണുനാഥയായിട്ടും കമലാലയത്തിൽ കമലയും
ചങ്കലണ്ടകത്തിൽ പ്രചണ്ഡയായിട്ടും കുരണ്ടലത്തിൽ ത്രിസന്ധ്യയും മാകോടത്തിൽ മുകുടേശ്വരിയും മണ്ഡലേശത്തിൽ ശാണ്ഡികയും കാലഞ്ചരത്തിൽ കാളിയും ശംഖുകർണത്തിൽ ധ്വനിയും സ്ഥൂലകേശ്വരത്തിൽ സ്ഥൂലയും എന്തിനേറെ പറയണു ജ്ഞാനികളുടെ ഹൃദയ കമലത്തിൽ പരമേശ്വരിയായ ഹൃല്ലേഖയും ആയിട്ട് ഞാൻ വസിക്കുന്നുണ്ട് എന്ന് പറയാണ്. ഈ പറഞ്ഞ സ്ഥാനങ്ങൾ ദേവിക്ക് പ്രിയമായിട്ടുള്ള സ്ഥാനങ്ങളാണ്. അതത് ക്ഷേത്രങ്ങളെ പറ്റിയുള്ള മാഹാത്മ്യം കേട്ടിട്ട് അതാതിന് പറഞ്ഞിരിക്കുന്ന ക്രമമനുസരിച്ച് പിന്നീട് ദേവിയെ പൂജിക്കണം. അല്ലെങ്കിൽ എന്തിന് കാശിയിൽ തന്നെ ഉണ്ടല്ലോ സർവക്ഷേത്രങ്ങളും. ദേവി ഭക്തിയിലെ മഗ്നിയായി അവിടെ തന്നെ വസിച്ച് ആ സ്ഥാനങ്ങൾ ഓരോന്നും കാണുകയും ദേവീനാമങ്ങളെ നിരന്തരം പ്രകീർത്തിക്കുകയും ദേവിയുടെ ചരണാംഭോജങ്ങളെ ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരുത്തന് സംസാര ബന്ധത്തിൽ നിന്നും മുക്തനാകാം. അപ്പോ ഈ ദേവീനാമങ്ങളെ അവന്റെ പാപങ്ങളെ ക്ഷണത്തിൽ തന്നെ ഭസ്മമാക്കി തീർക്കുന്നതാണ്. ശ്രാദ്ധ സമയത്ത് പുണ്യനാമങ്ങള് ബ്രാഹ്മണരുടെ മുമ്പിൽ വെച്ച് ചൊല്ലിയാൽ അവന്റെ പിതാക്കന്മാരെ പിതൃക്കളെല്ലാം മുക്തിയായി പരഗതി പ്രാപിക്കും എന്നെല്ലാം അവിടെ ഇതാ പറഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നീട് അടുത്ത ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവിടെ ദേവി പറയാൻ തുടങ്ങുന്നത്. അടുത്തത് വ്രതങ്ങളെ പറ്റിയാണ് ഇവിടെ ചോദിക്കുന്നത്, അതിനെപ്പറ്റിയാണ്. അപ്പോൾ ഇവിടെ ദേവിയുടെ ഒരുപാട് ക്ഷേത്രങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കുറേ ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കുറച്ച് ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടാവും, ദർശിച്ചിട്ടുണ്ടാവും. കുറേ ക്ഷേത്രങ്ങൾ എവിടെയാണ് എന്നുള്ളതൊന്നും മനസ്സിലാക്കാനോ പോവാനോ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത്രയേ ഉള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഓരോ സ്ഥലങ്ങളിലും ദേവിയുടെ പ്രത്യക്ഷ സ്വരൂപത്തിലുള്ള ശങ്കരാചാര്യര് മുതലുള്ള പല പല മഹാത്മാക്കൾക്കും ദേവി പ്രത്യക്ഷമായി ദർശനം കൊടുത്തതും അങ്ങനെയുള്ള മഹാത്മാക്കളാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതുമായിട്ടുള്ള അനേകം ക്ഷേത്രങ്ങൾ ദേവിയുടെ നമുക്ക് ഭാരതദേശത്തിൽ ഓരോ സംസ്ഥാനത്തിലും കാണാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ കേരളം തന്നെ എടുത്താൽ അങ്ങ് തിരുവനന്തപുരത്തിൽ ഒരു കാലത്ത് കന്യാകുമാരിയും കേരളത്തിലായിരുന്നു. ഇന്നിപ്പോൾ അത് തമിഴ്നാട്ടിലേക്ക് വിഭജനം ചെയ്തപ്പോൾ പോയതാണ്. അപ്പോൾ നമുക്ക് കന്യാകുമാരി അല്ലെങ്കിൽ അതിനടുത്തുള്ള സ്ഥലം തൊട്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആറ്റുകാലമ്മ മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയെത്ര ദേവീ ക്ഷേത്രങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ളത്. ചോറ്റാനിക്കരയമ്മ, അതേമാതിരി കർണാടകത്തിലെ മൂകാംബിക, അങ്ങനെ പേരെടുത്ത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 100 ദേവീക്ഷേത്രങ്ങൾ നമുക്ക് പേരെടുത്ത് പറയേണ്ടതായിട്ട് വരും. അവിടെയെല്ലാം ദേവി പ്രത്യക്ഷ സ്വരൂപത്തിൽ ഇരുന്നിട്ടുണ്ട്. ആ ക്ഷേത്രങ്ങളെല്ലാം ഇത്രയും ഭക്തജനങ്ങൾ വരാനും തൊഴാനും പ്രാർത്ഥിക്കാനും ഉള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ പല ഭക്തന്മാരും അവിടെ ദേവിയെ ഭജിച്ച് ആ ഭക്തർക്കെല്ലാം ദേവി പ്രത്യക്ഷ ദർശനം കൊടുത്ത് അനുഗ്രഹം കൊടുത്തിട്ടതായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഐതിഹ്യമാല മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് പോയാൽ അതെല്ലാം നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ 1 2 അല്ല, ഇതൊരു കേരളത്തിൻ്റെ മാത്രം പറയുകയാണ്. ഇനിയിപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനത്തിൽ പോകുമ്പോഴും നമുക്ക് അങ്ങനെ ദേവിയുടെ പല